രാത്രി കിടക്കുമ്പോൾ അല്പം മനസ്സമാധാനത്തിനായി അല്പം സന്തോഷത്തിനായി ഉറക്കം വരാതെ ഫോണിലേക്ക് നോക്കി നിങ്ങൾ കിടക്കാറുണ്ട്. കയ്യിലൊരു ജോലിയുണ്ട്, ചെറിയൊരു ശമ്പളമുണ്ട്, പുറത്ത് കാണുമ്പോൾ ഒക്കെ സെറ്റാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം വന്ന് നെഞ്ചിൽ തടഞ്ഞു നിൽക്കാറുണ്ടോ? എൻ്റെ ജീവിതം എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന്. മറ്റുള്ളവർ പറഞ്ഞ വഴിയിലൂടെ നടന്നു, കൂട്ടുകാർ മുന്നേറി പോകുന്നത് നോക്കി നിന്നു, സ്വന്തം ആഗ്രഹങ്ങൾ എന്താണെന്ന് പോലും പലരും മറന്നുപോയി. രാവിലെ എഴുന്നേൽക്കുന്നു, ഓടുന്നു, തിരിച്ചു വരുന്നു. ഇതിനാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഇതുവരെ ജീവിച്ച രീതി വെച്ച് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് നിങ്ങളുടെ മനസ്സും പറയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. 30 വയസ്സിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രായത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ജീവിതം നമ്മുടെ കൈവിട്ടുപോകും. പലരും ഇതൊക്കെ അറിയാൻ 60 വയസ്സുവരെയൊക്കെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ആ വർഷങ്ങളുടെ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കുകയാണ്. ഇത് നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കും, ഉറപ്പ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് നിങ്ങളുടെ ലോകം എന്നുള്ളത്. പഴയ കാലത്ത് നമ്മൾ കരുതിയിരുന്നത് കഴിവോ ഭാഗ്യമോ ആണ് വിജയത്തിന് കാരണം എന്നല്ലേ? അല്ല. നിങ്ങൾ ഉള്ളിൽ എന്ത് വിശ്വസിക്കുന്നുവോ അതാണ് പുറത്ത് നടക്കുന്നത്. എനിക്കിത് പറ്റില്ല എന്ന് ദിവസവും സ്വയം പറഞ്ഞാൽ നിങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ എവിടെ നിന്നെങ്കിലും കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. മാറ്റേണ്ടത് ചുറ്റുപാടുകളെയല്ല, നിങ്ങളുടെ ആ ചിന്താ രീതിയാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കയ്പുള്ളതും എന്നാൽ ഏറ്റവും സത്യവുമായ ഒന്നാണ് നിങ്ങളെ രക്ഷിക്കാൻ മറ്റാരും വരാനില്ല എന്നുള്ള സത്യം. ഇതുവരെ നമ്മൾ കരുതിയിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു നല്ല സുഹൃത്തോ ഒരു മെൻറ്ററോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഭാഗ്യമോ വന്നാൽ നമ്മുടെ ജീവിതം മാറിമറിയുമെന്ന്. ഇല്ല, ആരും വരാനില്ല. നിങ്ങളുടെ വിജയത്തിന് 100% ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. മറ്റാരും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങളെക്കാൾ കഠിനാധ്വാനം ചെയ്യില്ല. പരാതി പറയുന്നതും സമയം കളയുന്നതും ഇനിയെങ്കിലും നിർത്തൂ. ഇന്ന് ഈ നിമിഷം ചെറിയൊരു മാറ്റം വരുത്തി തുടങ്ങൂ. മൂന്നാമത്തെ പാഠമാണ് മോട്ടിവേഷനേക്കാൾ വലുതാണ് ഡിസിപ്ലിൻ എന്നുള്ള സത്യം. എത്രയോ പേർ ദിവസവും മോട്ടിവേഷൻ വീഡിയോകളും പുസ്തകങ്ങളും തേടി നടക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഒരാവേശമൊക്കെ തോന്നാറുണ്ട്. അടുത്ത ദിവസം തീർന്നു. മോട്ടിവേഷൻ എന്നത് കാറ്റ് പോലെയാണ്, വരും പോകും. പക്ഷേ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ ഡിസിപ്ലിൻ മാത്രമാണ്. ചെയ്യാൻ തോന്നിയില്ലെങ്കിലും മടി പിടിച്ചിരുന്നാലും ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്യുക, അതാണ് വിജയം. കിടക്കിടെ സുഖം വിട്ട് രാവിലെ എഴുന്നേൽക്കുന്നതും ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതുമാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. നാലാമത്തെ കാര്യമാണ് വലിയ ചാട്ടങ്ങളല്ല, ചെറിയ ദിവസേനയുള്ള മാറ്റങ്ങളാണ് വലുത് എന്നുള്ള സത്യം. ഒരു വർഷം കൊണ്ട് ഞാൻ ലൈഫ് പൊളിക്കും എന്ന് നമ്മൾ വലിയ പ്ലാനൊക്കെ ഇടാറുണ്ട്. പക്ഷെ ഒന്നും തന്നെ നടക്കാറില്ല. പകരം ഓരോ ദിവസവും വെറും 1% മെച്ചപ്പെടുത്താൻ നോക്കൂ. ദിവസം കുറച്ച് പേജുകൾ വായിക്കുക, ദിവസവും 10 മിനിറ്റ് വ്യായാമം ചെയ്യുക. ഇത് പെതുക്കെ ചേർന്ന് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റമായിട്ട് മാറും. അഞ്ചാമത്തെ കാര്യമാണ് പരാജയം വിജയത്തിൻ്റെ എതിരല്ല, അത് വിജയത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മൾ ചെറുപ്പത്തിലെ തോൽവിയെ ഭയക്കാൻ പഠിപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് പല റിസ്കുകളും നമ്മൾ എടുക്കാറില്ല. സത്യത്തിൽ പരാജയം എന്നത് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. തോൽവികളിൽ നിന്ന് പഠിച്ച് വീണ്ടും മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥ വിജയി. ആറാമത്തെ കാര്യമാണ് നിങ്ങളുടെ ശീലങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും. നിങ്ങൾ സമയം ചിലവഴിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രതിഫലനമാണ് നിങ്ങൾ. ചുറ്റും നെഗറ്റീവായ പണിമുടക്കുകൾ മാത്രം പറയുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ ഊറ്റി തീർന്നു പോകും. ലക്ഷ്യബോധമുള്ള വളർച്ച ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കും. അതുപോലെ സോഷ്യൽ മീഡിയയിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്ന ശീലം ഒഴിവാക്കൂ. ഏഴാമത്തെ കാര്യമാണ് എല്ലാത്തിനും മറുപടി പറയേണ്ടതില്ല. മൗനമാണ് ഏറ്റവും വലിയ ശക്തി. ചിലപ്പോൾ എല്ലാ കാര്യത്തിലും പ്രതികരിക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. ആവശ്യമില്ലാത്ത നാടകങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളുടെ ഊർജം സംരക്ഷിക്കപ്പെടുന്നു. എല്ലാ സത്യങ്ങൾക്കും ഒരു ആൾക്കൂട്ടത്തിൻ്റെ അംഗീകാരം ആവശ്യമില്ല. എട്ടാമത്തെ കാര്യമാണ് ആരോഗ്യം അടിസ്ഥാനം എന്നുള്ളത്. രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. ശരീരം തകർന്നു കഴിഞ്ഞാൽ പിന്നെ ആ പണം കൊണ്ട് എന്ത് ചെയ്യാനാണ്? നല്ല ഭക്ഷണം, നല്ല ഉറക്കം, മാനസിക ആരോഗ്യം, ഇതൊക്കെയാണ് ഒന്നാമത് വരേണ്ടത്. ഒമ്പതാമത്തെ പാഠമാണ് പണം ഒരു ലക്ഷ്യമല്ല, അതൊരു ടൂൾ മാത്രമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുക എന്നുള്ളത്. പണത്തിന് പിന്നിൽ പായുന്നതിനേക്കാൾ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കാൻ നോക്കൂ. നമ്മുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള ഒരു ഉപാധി മാത്രമാണ് നമ്മുടെ കയ്യിൽ വരുന്ന പണം. പത്താമത്തെയും അവസാനത്തെയും കാര്യം ഇതാണ്. സമൂഹം പറയുന്നത് കേട്ട് ജീവിക്കുന്നത് നിർത്തി നിങ്ങളുടെ സ്വന്തം വഴി കണ്ടെത്തുക. പ്രായമായി വരുമ്പോഴാണ് മനസ്സിലാകുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കി നമ്മൾ നഷ്ടപ്പെടുത്തിയത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട വർഷങ്ങളാണെന്ന്. ആരോടും വെറുപ്പില്ലാതെ, ആരോടും പ്രത്യേകിച്ച് ഒന്നും തെളിയിക്കാനില്ലാതെ സ്വയം സ്നേഹിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന ആ നിമിഷമുണ്ടല്ലോ,
അതാണ് യഥാർത്ഥ ജീവിതം, യഥാർത്ഥ വിജയം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, അതായത് നമ്മുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ സന്തോഷങ്ങൾക്കും മാനസിക സമാധാനത്തിനും മുൻഗണന നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകും. നമ്മൾ ഉള്ളിൽ നിന്ന് സന്തോഷമുള്ളവരായി മാറുമ്പോൾ സ്വാഭാവികമായും ആ പോസിറ്റിവിറ്റി ചുറ്റുമുള്ളവരിലേക്കും പ്രസരിക്കും. സ്വയം സ്നേഹിക്കുക എന്നത് സ്വാർത്ഥതയല്ല, മറിച്ച് മറ്റുള്ളവരെ യഥാർത്ഥ രീതിയിൽ സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ്. നമ്മൾ സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രമേ കൂടെയുള്ളവരെയും സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയൂ. ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നുമായിരിക്കും, ഇതൊക്കെ എനിക്ക് പണ്ടേ അറിയാമായിരുന്നല്ലോ എന്ന്. അതാണ് സത്യം. നമ്മൾ അറിയാത്തത് കൊണ്ടല്ല, അറിയുന്നതൊന്നും ജീവിതത്തിൽ കൃത്യസമയത്ത് പ്രയോഗിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും തോറ്റുപോകുന്നത്. 30 വയസ്സ് എന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് നിങ്ങളുടെ കണ്ണ് തുറക്കുന്ന ഏറ്റവും മനോഹരമായ തുടക്കമാണ്. ഇതുവരെ പിഴച്ചെങ്കിൽ പിഴച്ചു, ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തിയെങ്കിൽ പഴികേട്ടു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടത് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാനല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമാണ്. ആരോടും പകയോ ദേഷ്യമോ ഒന്നും വയ്ക്കാതെ നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ ഒരൊറ്റ പോയിന്റ് ഏതാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്കത് ചർച്ച ചെയ്യാം. ഇനി സമയം കളയാൻ നിൽക്കണ്ട, മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ തുടങ്ങൂ. ഈ വീഡിയോ ഇതുപോലെ കൺഫ്യൂഷനിലിരിക്കുന്ന, ലൈഫ് സ്റ്റക്കായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി അയച്ചു കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ ഇതുപോലുള്ള പവർഫുൾ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ബൈ.